ആരോപണ വിധേയനായിട്ടുള്ള യുവാവ് ജനപ്രതിനിധി എന്നാണ് പറയപ്പെടുന്നത്. ജനപ്രതിനിധിയുടെ പേരിലുള്ള ആരോപണമാകുമ്പോൾ അതിൻ്റെ ഗൗരവം കുറച്ച് കൂടുതലായി വരികയാണ്. ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന സഹോദരിമാർ ധൈര്യത്തോടു കൂടി അവരുടെ പേര് വെളിപ്പെടുത്തണം. അവർ ഒരു തരത്തിലുള്ള ഭയമോ ഭീതിയോ ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. അവർക്ക് പൂർണ്ണ പിന്തുണയും സംരക്ഷണവും ഗവൺമെൻറ് നൽകും. ശ്രീത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീത്ത്, ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന വിവാദം, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി, ഇതൊക്കെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാണ് CPM-ന് എന്ന് പറയുമ്പോൾ പോലും അവിടെ മറുവശത്ത് മുകേഷ് MLA-യുമായി ബന്ധപ്പെട്ട കേസ്, അതിൽ പാർട്ടി സ്വീകരിച്ച സമീപനം, ഇതൊക്കെയുണ്ട്. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് ആവശ്യം MLA സ്ഥാനം രാജിവെക്കുക എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക സാധ്യമല്ലാത്ത സാഹചര്യമുണ്ട്. ഈ വിഷയം ഇനി എങ്ങനെയായിരിക്കും CPM ഏറ്റെടുക്കുക? വലിയ പ്രതിഷേധം DYFIയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് ഇന്ന് നമ്മൾ കണ്ടു. അതിൽ തന്നെ പ്രതിപക്ഷ നേതാവിനെ ഉന്നമിട്ടുകൊണ്ട് ഈ വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു എന്ന വിമർശനം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കണ്ടത്. CPM ഈ വിവാദം ഇനി എങ്ങനെയായിരിക്കും ഏറ്റെടുക്കുക? ശ്രീത്ത്. റിജിത്ത് സൂചിപ്പിച്ച പോലെ മുകേഷ് MLA-യുടെ വിഷയത്തിൽ സ്വീകരിച്ച ഒരു നിലപാട് CPM-ന് ഈ വിഷയത്തിൽ അങ്ങേയറ്റം അഗ്രസീവായി നീങ്ങുന്നതിന് ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്, പ്രതിബദ്ധമായി നിൽക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ ഉയർത്തിയുള്ള രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. അതുകൊണ്ടാണ് ഈ ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ DYFI അടക്കമുള്ള സംഘടനകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് വന്നത്. പലയിടത്തും DYFIയുടെ പ്രക്ഷോഭങ്ങൾ, അത് പാലക്കാട് MLA-യുടെ ഓഫീസിലേക്ക് ാണെങ്കിലും അല്ലെങ്കിൽ അടൂരിലെ വീട്ടിലേക്കൊക്കെ ആണെങ്കിലും DYFIയുടെയും CPM-ന്റെ മറ്റ് സംഘടനകളെയും പ്രതിഷേധങ്ങൾ ശക്തമായി അലയടിക്കുകയാണ്. എന്തായാലും ഈ കാര്യത്തിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും മുകേഷ് MLA-യുടെ കാര്യത്തിൽ അദ്ദേഹത്തെ രാജിവെപ്പിക്കാതിരുന്ന കാരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനും കൂടി ആപ്ലിക്കബിൾ ആയതുകൊണ്ട് തന്നെ അങ്ങേയറ്റം വരെ പോവുക എന്നത് CPM സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാണ്. എന്തായാലും പാർട്ടിയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് അല്പസമയത്തിനകം കൂടുതൽ വ്യക്തമാകും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 4 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ശ്രീതി, നേരത്തെ നമ്മൾ മുകേഷിൻ്റെ കാര്യം ചൂണ്ടിക്കാട്ടിയതുപോലെ അത്തരത്തിലുള്ള ചില പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടെങ്കിലും വരാൻ പോകുന്നത് സുപ്രധാനമായ 2 തെരഞ്ഞെടുപ്പുകളാണ്. അതിനിടയിൽ കിട്ടിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് നേതൃത്വത്തിലേക്ക് കൂടി, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, അത് നേതൃത്വത്തിലേക്ക് കൂടി അതിൻ്റെ വിമർശനം ഉയർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നതിൽ വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഇടതുമുന്നണി വെച്ച് പുലർത്തുന്നുണ്ടോ ശ്രീത്? റിജിത്ത്, കത്ത് വിവാദം, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും മകനെയും ബന്ധപ്പെടുത്തിയുള്ള കത്ത് വിവാദം CPM-നകത്തും പുറത്തും വലിയ ചർച്ചയായിരിക്കുമ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്ഷേപം വരുന്നത്. അപ്പോൾ വീണ് കിട്ടിയ അവസരം നന്നായി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് CPM തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നടന്ന പ്രക്ഷോഭങ്ങളും സമരപരിപാടികളും. അതുകൊണ്ട് തന്നെ ഈ കത്ത് വിവാദം മറച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണമാണ് CPM ലക്ഷ്യമിട്ടത്. അതുകൊണ്ടാണ് പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടും പ്രതിപക്ഷ നേതാവ് നടപടിയെടുത്തില്ല. അത് കുറ്റകരമായ ഒരു നടപടിയാണ്. മാത്രമല്ല, ഇരയ്ക്കൊപ്പം നിൽക്കുന്നതിന് പകരം വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു. ഇത് അങ്ങേയറ്റം ഹീനമായ നടപടിയാണെന്ന പ്രതികരണവുമായി CPM-ന്റെ മന്ത്രിമാരും നേതാക്കളുമൊക്കെ രംഗത്ത് വരാൻ കാരണം അതാണ്. പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമായി തന്നെ ആണ് CPM ഇതിനെ കാണുന്നത്. കാരണം ഇത്തരം രാഹുൽ മാങ്കൂട്ടത്തിലുമായി നേരത്തെ 1 മാസം മുമ്പ് ഉയർന്നു വന്ന പരാതിയുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷ നേതാവിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവിച്ച പോലെ തന്നെ ഈ കാര്യത്തിലും ആക്ഷേപങ്ങൾ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുകയും അദ്ദേഹത്തിന് വീണ്ടും പദവികൾ നൽകുകയും ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെയ്യുന്നത് എന്ന രാഷ്ട്രീയ ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് CPM ഉയർത്താൻ ശ്രമിക്കുന്നത്. ശ്രീതി, CPM-ന് മുമ്പിലുള്ള വെല്ലുവിളി, ഇത് രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തുന്നതിൽ CPM-ന് മുമ്പിലുള്ള വെല്ലുവിളി BJPക്ക് മുമ്പിൽ അത്രത്തോളമില്ല. രാഹുൽ ജയിച്ചത് പാലക്കാട്ട് നിന്നാണ്. ശക്തമായ ത്രികോണ മത്സരം നടന്ന ഇടത്ത് നിന്നാണ് രാഹുൽ ജയിച്ചത്. ഇപ്പോൾ തന്നെ BJP ആ വിഷയം ഏറ്റെടുക്കുകയും MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. BJP ഇത് ശക്തമായി തന്നെ MLA സ്ഥാനം രാജിവെക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ ഈ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണോ കാണുന്നത് ശ്രീ? റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ BJPക്ക് ഈ കാര്യത്തിൽ ഏറ്റെടുക്കാൻ മറ്റ് CPM-നെ പോലെയുള്ള മറ്റ് പ്രതിബന്ധങ്ങളില്ല. അവർക്ക് കേരളത്തിൽ ഇത്തരത്തിൽ MLA-മാരുമില്ല, ആക്ഷേപങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുമില്ല.
പാലക്കാട് മണ്ഡലത്തിലാകട്ടെ ഈ കോൺഗ്രസിനൊപ്പം ഒരു രാഷ്ട്രീയ മേൽക്കൈ BJPക്കുമുണ്ട്. അവിടെ ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇത്തവണ 18,000-ൽ പരം വോട്ടുകൾക്കാണ് തോറ്റതെങ്കിലും അവിടെ വളരെ ശക്തമായ പോരാട്ടം നടത്താൻ കഴിയുന്ന ഒരാൾബലവും സംഘബലവും BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ BJP കുറച്ച് അഗ്രസീവായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നത് പാലക്കാട് മണ്ഡലത്തിലെ വിജയസാധ്യതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി വിവാദം മാറുമെന്ന പ്രതീക്ഷയിലാണ്. അതുകൊണ്ടാണ് പാലക്കാട് ശക്തമായൊരു പ്രക്ഷോഭ പരിപാടികളിലേക്ക് BJP വരുന്നത്. BJPയുടെ സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളെ സശ്രദ്ധം നിരീക്ഷിക്കുകയാണ്.